കളിയാക്കുന്നുണ്ട്. ഞാൻ എല്ലാ ആവശ്യത്തിനും ഉണ്ടാവണേ. എന്താ ആവശ്യത്തിനുണ്ടാവുക? ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, നമ്മൾ ഇന്ന് പെട്ടെന്നുള്ളൊരു പ്ലാനാണ് മിനി ഊട്ടിലേക്ക് പോകാൻ. അപ്പോൾ അതൊരു വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ട അഭിപ്രായം പറയാം. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, നമ്മൾ വന്നിട്ടുള്ളതുണ്ടോ? അച്ഛണ്ട്, ആദ്യമുണ്ട്, അമ്മായിണ്ട്. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മിനി ഊട്ടി. ഊട്ടിയല്ല, മിനി ഊട്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് പോകാൻ പോണത് ഗുണാക്കേവ്. ഇതിപ്പോൾ കൊടൈക്കനാലിലാന്ന് ചിലർ, പക്ഷെ അല്ല, ഇവിടെയാണ് ഗുണാക്കേവ്. ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. പീരങ്കിയൊക്കെ വെച്ചിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ് ഒക്കെ. അതോ അയ്യോ, ഇങ്ങനത്തെ അങ്ങനത്തെ ആൾക്കാരൊന്നും കൊണ്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് സൗണ്ടൊക്കെ വരുന്നില്ല. അപ്പോൾ ഈ ഒരു ഗുഹ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകെ ലൈറ്റ് കമ്മിയായി വരികയും സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കും. അവിടെയൊക്കെ ചെറിയ ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എക്സോസ് ഫാനാണ്, പക്ഷേ അതിൻ്റെ കാറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ലെവലിൽ എനിക്ക് അത്ര ഒരു വർത്തായിട്ട് തോന്നിയില്ല. ബിക്കോസ് അത് മേ ബി എന്താ പറയുക, ഈ ഒരു സെറ്റപ്പ് ഇതിന് മുന്നേ കണ്ടുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ആൻഡ് ചെറിയ കുട്ടികളൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് നല്ല രസമാണ്. ഇവിടെ നിന്നാണ് ഈ സൗണ്ട് നോക്ക് അങ്ങനെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വലിയ ആൾക്കാർക്ക് അത്ര വർത്തായി തോന്നിയില്ല. ഗുഹ വളരെ കുറച്ച് നേരമുള്ളൂ. ആൻഡ് ഇറ്റ് കോസ്റ്റ് അറൗണ്ട് 100 rupees per person. അതിന് മാത്രമല്ല, കുറച്ച് സാധനങ്ങൾക്ക് കൂടിയിട്ടാണ് 100 രൂപ മേടിക്കുന്നത്. ആൻഡ് അത് കുഴപ്പമില്ല, ഞാൻ എടുക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. ഞാൻ പിന്നെ മുഴുവൻ എടുക്കാത്തതിൻ്റെ കാര്യം ആ ഗുഹ തന്നെ ഉള്ളൂ. ഞാൻ കഴിയും ഗുഹ. ഓക്കെ. ആൻഡ് ഗൈസ്, ഡോണ്ട് മിസ്. ഈ ട്രാംപോലിൻ വലിയ ആൾക്കാർക്കും ചെയ്യാൻ പറ്റും. സോ നെവർ മിസ്. ഇത് ചാൻസ് ആണ്. ആ 100 രൂപയിൽ ഇത് ഇൻക്ലൂഡഡാ. പണ്ടത്തെ ഫാന് തോന്നുന്നു, മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന ഫാൻ. അതൊക്കെ ഇത് മേടിച്ച നഷ്ടം. ആലോചിച്ച് നോക്കി കെറോസിന്റെ കോസ്റ്റും ഇതൊക്കെ. പണ്ട് നമ്മുടെ സൈക്കിളിനൊക്കെ ലൈസൻസ് വേണമായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ കാളവണ്ടി ഓടിക്കാനും വേണമായിരുന്നു ലൈസൻസ്. അപ്പോൾ ആ ലൈസൻസ് ഒക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ അടുത്ത് ഞാൻ കാളവണ്ടിയുടെ തന്നെ ലൈസൻസ് ഞാൻ കാണിച്ചു തരാം. ഇതൊരാളുടെ കാളവണ്ടിയുടെ ലൈസൻസാണ്. വലിയൊരു മ്യൂസിയത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ കാണാം കേട്ടോ. സാധാ ഒരു മ്യൂസിയത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കാണാവുന്ന കുറച്ച് സാധനങ്ങൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ കം ഓൺ വീക്ക് ഡേയ്സ് ആൻഡ് എൻജോയ് എവറിത്തിങ്. ടേക്ക് ആസ് മച്ച് ആസ് ടൈം യു വാണ്ട്. അതായത് ഇഷ്ടംപോലെ സമയം കിട്ടും ഈ വർക്കിംഗ് ഡേയ്സ് വന്നില്ല. സോ അങ്ങനെ വരുമായിരിക്കും ഒന്നുകൂടി കുറേ സമയം കിട്ടും ചെയ്യും നമുക്ക്. കണ്ടു ആരുമില്ല, ഞങ്ങൾ മാത്രമല്ല. ഇവിടെ ആദ്യത്തെ വ്ളോഗിങ് ചെയ്യുന്നുണ്ട്. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഒറിജിനൽ ഒട്ടകപ്പക്ഷിനെ ഞാൻ കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി സംഭവം. ഇതൊക്കെ നമ്മൾ കുറച്ച് മുന്നത്തെ കാലം വരെ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളാണ്. ഇതാണ് സ്കൂളിൽ പണ്ട് കൊണ്ടുവരുന്ന പെട്ടി. പണ്ട് ഇന്നത്തെ പോലെ ബാഗ് ഒന്നില്ലല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ഭിത്തോ കൊക്കോഡിമറിൻ്റെ ഗാന്ധിജിയുടെ കണ്ണാട കാണിച്ചു തരട്ടെ. എനിക്ക് മിനി ഊട്ടിയിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം പറഞ്ഞാൽ ട്രാംപോലിനിൽ ചാടലായിരുന്നു. കാരണം ഒരിക്കലും അഡൾട്ട്സിന് പല സ്ഥലത്തും പ്രൊഹിബിറ്റഡ് ആണ്. സോ ഇവിടെ അവർ അലോ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എങ്ങനെയാണ് ആ ഫീൽ എന്ന് അറിയാൻ പറ്റിയ സ്ഥലമാണ് ട്രാംപോലിൻ്റെ. ഇത് ബാലൻസ് കുട്ടികളിൽ ഈ ചെക്കനാണ്. ഈ ചെക്കൻ ആരായാലും ഇല്ലേ നോർമലായിട്ട് ഒരു സ്ഥലത്തും അഡൾട്ട് ആൾക്കാരൊന്നും സമ്മതിക്കില്ല കേട്ടോ ഈ ട്രാംപോലിനിൽ ചാടാൻ. അപ്പോൾ അങ്ങനെ ഒരു അവസരമാണെന്ന് അച്ഛക്ക് മനസ്സിലായി. അങ്ങനെ അച്ഛ ചാടാൻ പോവാൻ കേട്ടോ. അങ്ങനെ ചാടണേ. ഇവനാണ് കേട്ടോ എല്ലാവരെയും വീഴ്ത്തിയിട്ടുണ്ട്. ഇവൻ അവിടെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്കൊരു ബാലൻസ് അവിടെ കിട്ടും. ഇത് അവനവിടെ നിന്ന് ചാടണോണ്ട് നമുക്ക് തീരെ ബാലൻസ് കിട്ടില്ല.
ഇത് എന്തിനാണ് വെച്ചിറക്കണം എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഫോർ ഷോ ഐ ഗസ്. സ്ലൈഡർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. നമുക്ക് ആ പെറ്റ്സ് പാർക്കിൽ പോയേക്കാം ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് കുറേ ദൂരം ഒന്നും കിട്ടുന്നുണ്ടോ. ഈ ഒരു കുഞ്ഞിൻ ട്രാക്ക് കണ്ടോ, ഇതാ ഇതുവരെ ഉള്ളൂ. ഇതാണ് എനിക്ക് ഏറ്റവും വർത്തായി തോന്നിയ സ്പോട്ട്. പെറ്റ്സിന് ഇഷ്ടമുള്ളവരാണ് നിങ്ങൾ വെച്ചാൽ എന്തായാലും അവിടെ പോകണം. അടുത്ത നമ്മൾ പോകുന്നത് പെറ്റ്സ് പാർക്ക്. 50 rupees per head. Let's see if it's worth or not. ഇവിടെ സാധനത്തിനൊന്നും കാണാനില്ല. അതിന്റെ ഫ്രണ്ട് അത് ഇല്ല, അത് ശരിയാ, ലോക്കല്ല, ആൽബിനസാണ്. അതെ, ആൽബിനിയ. എന്റെ ടൈമിലാ കാലൊക്കെ എങ്ങനെ ക്ഷയിച്ചു, വയ്യ തന്നു കാല്. ശരി, ഇത് കണ്ടില്ലേ? അത് തൊട്ടോ കുഴപ്പമില്ല. പറഞ്ഞോ, തൊട്ടോ കുഴപ്പമില്ല. ശരിക്കും ഇത് 50 രൂപയ്ക്ക് വെറുത്താട്ടോ. ഷുഡ് കം ഹിയർ. ശുക്കൂറൊക്കെ ഇതാ നിക്കണു, വായൊക്കെ പൊളിച്ചിട്ട്. ഓ മൈ ഗോഡ്, ഞാൻ ഇതിനെ ആദ്യമായിട്ടാണ് കണ്ടിട്ടോ. ഇനി വേണമെങ്കിൽ ഇന്നെ കൊത്താലോ അല്ലേ. അപ്പം ഇങ്ങോട്ട് വന്നിട്ട് നീച്ചൊക്കെ ഇടോ. ഇത് വർക്കിയില്ല, കയ്യൊക്കെ കൊണ്ടോ കിട്ടോ ചിലപ്പോ. ട്രെയിനിൻ്റെ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നീച്ച് ഓടണ്ടല്ലേ. നീപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം എത്ര ഹൈറ്റ് ഉണ്ടാവുന്നു. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. നോക്കിയേ, ഫ്രണ്ട്ലി നെയ്യേ. പക്ഷെ മേത്ത് കൊത്തണമൊന്നുമില്ല കേട്ടാ. കടിക്കോ? എന്റെ മൂപ്പര് മേലൊക്കെ ലൈക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ബയോജിക്കലായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടേ. കൊത്തിയാലോ? ആ, നമ്മുടെ ക്രിസ്മസിനൊക്കെ വെക്കുന്ന ആടിന്റെ പോലെ ഉണ്ട്. മൂപ്പര് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പൊങ്ങുന്നുണ്ട്. ഫുഡ് ഇങ്ങനെ ചവയ്ക്കാൻ വേണ്ടി പൊങ്ങുന്നുണ്ട്. പിന്നെ അത് തൊട്ടാ കുഴപ്പമില്ല. അമ്മായി അപ്രൂവ്ഡ്. ചത്ത പാമ്പിനൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ലൈവായിട്ട് ആദ്യത്തെ എക്സ്പീരിയൻസ് ആട്ടോ. ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്, നെക്സ്റ്റ് ലെവൽ. അത് കണ്ണിലേക്ക് കൊത്തിയാലോ അല്ലേ? ഒന്നും ചെയ്യില്ല. സെൻസ് ചെയ്തിട്ട് വരിക. ആ കഴുത്തിൽ കൂടെ കേട്ടോ. വലുതുണ്ടോ? അത് അതെന്താ വെള്ളത്തിലൊക്കെ ഇറങ്ങി കിടക്കുമോ? വെള്ളം കിട്ടില്ല. രസം കേട്ടോ. വീണ്ടു പോകുന്നു ഇങ്ങോട്ടൊക്കെ. വീണില്ല, പക്ഷെ ഫീൽ ചെയ്യണങ്ങല്ലോ റോൾ ചെയ്ത് പോകുന്ന പോലെ. ഇങ്ങനെ ടൈറ്റ് ആക്കുന്നുണ്ട്. എന്താ മൂപ്പരേ നൈസ്. നല്ല മസാജ് ചെയ്യുന്ന പോലെ. ആ പാമ്പ് ഈ പാമ്പും കൂടി കൂട്ടുമുട്ടോ. ആ അച്ഛൻ അടുത്തേക്ക് കയറിയുണ്ട് കേട്ടോ. ആണ് ഇപ്പൊ ഇതിന്റെ ഫീഡർ കേട്ടോ ഞങ്ങൾക്കൊക്കെ തന്നത്. എന്താ എന്റെ പേര്? ഷിഫിൻ. എവിടെ വീട്? എന്താ ഇതിന്റെ പേരെന്താ? പേരിട്ടുണ്ടോ? പിന്നെ അതിന് പേരൊന്നും ഇട്ടില്ലോ. എന്നെ പേരിട്ടോ. നമ്മുടെ ചാനലാണൊക്കെ അറിയോ? ഇതാ പാത്തിനേക്ക വഴി കാട്ടി. ഓക്കെ, മൂപ്പരിന്റെ അടുത്ത് എത്തിയപ്പോ വലിയൊരു കാട്ടിലെത്തിയ പോലെ ഉണ്ടാവും. കുറെ രോമങ്ങള് മൂത്രമൊഴിച്ചു. അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ കുടി വെച്ചു. കാടിന് വേണ്ടി
കുർക്കുറേന്റെ ഒക്കെ മണം എനിക്ക് തോന്നുന്നു കുർക്കുറ മൂത്രം ഒഴിക്കണോ. പാനിപ്പൂരി ഉണ്ടാക്കില്ല. ഓ ഇങ്ങനെയാണ് ഇതിന്റെ സോളോ ഓണർ. എന്താ പേര് പറഞ്ഞു? സിഫിൻ. വീട് മയിലാടി. മയിലാടി. ഇവിടുന്ന് അടുത്ത. വെരി ഗുഡ്. ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. ആദ്യം ഇവിടെ പോയിക്കടാ. ഷുക്കൂർ. നമുക്ക് ആദ്യം ഇവിടെ പോയിട്ട് വരാം. എന്നിട്ട് ആനടൊപ്പം ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ആരൊക്കെ വിളിക്കണൊക്കെ ഉണ്ട് കേട്ടോ. കൊത്ത് പേടിപ്പിച്ചു തരാനോ തോന്നുന്നു. ഇത് എന്താ മെക്കാവാനോ? എന്താ വിശേഷം? എന്തൊക്കെയുണ്ട്? ഇതാ മാന്തും പറഞ്ഞു. ഇതാ മാന്തും പറഞ്ഞു. എന്തുമ്മാ എന്താ വിശേഷം? ഒരു കമ്പനിയായി തോന്നുന്നു. ചെരിഞ്ഞു ചേരിയൊക്കെ നോക്കുന്നുണ്ട്. ഹായ് മൈക്കോ. ഏയ് മൈക്ക് എനിക്ക് പോയി. I'm ready for this. ഹലോ. Will the stop? ഹലോ. ഹെവി. ഹെവിയാ കുറച്ച് ഹെവിയാ. ബാലൻസ് തെറ്റുന്തോറും ഇതിങ്ങനെ വീഴാൻ നോക്കുമ്പോൾ ഇതിങ്ങനെ അമർദ്ദം കൊണ്ടിരിക്കും കേട്ടോ. എന്തൊക്കെ ആലോചിച്ചിരിക്കുക തോന്നുന്നുണ്ട്. ഹലോ. ഹായ്. ഹായ്. എനിക്ക് താങ്ങാൻ പറ്റില്ല. ഇപ്പൊ എങ്ങോട്ട് വിളിച്ചാലും വരും. പേര് വർത്താൻ പറയടാ. അത് കുക്കു കുക്കു കുക്കു. ഹലോ. എന്താ എല്ലാരും എന്റെ മേത്ത് വരുമ്പോ വരുന്ന? എടുത്തരാം. എന്നിട്ട് എന്താ പറയാത്ത? കുക്കു കുക്കു. ഹലോ 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 എന്ന് പറഞ്ഞോക്ക്. കൈ കാണിച്ച മൂപ്പര് ഓൺ ദ സ്പോട്ട് കയറും. കുക്കു. ഫീഡ്സ് കൊടുക്കാൻ പോവാ ആ ബേർഡ്സിന് കേട്ടോ. ഫീഡ് ചെയ്യാൻ നോക്കാൻ നല്ല കൊത്ത് കിട്ടുന്നുണ്ടാവും എന്നൊക്കെ തോന്നുന്നു. ബട്ട് ഇറ്റ്സ് നൈസ്. മറ്റോടത്തേനെക്കാട്ടി അടിപൊളിയായിട്ടുണ്ട്. നല്ല ഫ്രണ്ട്ലി ആൾക്കാരാട്ടോ. അപ്പോൾ നമുക്ക് കുറേ വട്ടം ഫീഡൊക്കെ കാര്യങ്ങളൊക്കെ തന്നു. എന്താ നമുക്ക് ആദ്യമായിട്ട് ഇതിനൊക്കെ കാണാൻ വരുന്നവർക്ക് ഇറ്റ്സ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ്. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ മേലെ കുറച്ച് കിളികളിരിക്കേണ്ടവർ വരുമെന്ന്. പക്ഷെ ആരും വരുന്നില്ല കേട്ടോ. ഹാദിന്റെ അടുത്തേക്ക് വന്നു. ഇരിക്കുമ്പോ ചെറിയൊരു സുഖം. ഒന്ന് വന്നപ്പോ പിന്നെ മറ്റേ തല്ലുമുടിയായിട്ട് അല്ലെങ്കിൽ ആരും വന്നിരുന്നില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ചിലപ്പോൾ കുറച്ച് കാട്ടൊക്കെ ഇടും. അതൊരു പ്രശ്നം. വേറെ പ്രശ്നമില്ല. എന്നാ മൂപ്പരിപ്പോ പോണില്ല കേട്ടോ. കഴിഞ്ഞിട്ടും ഇവിടെ തന്നെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അവൻ എന്തോ ആക്സിഡന്റ് ഒക്കെ പറ്റി തോന്നുന്നു. തലയിലൊക്കെ കണ്ടു. ഞാൻ എല്ലാ ആവശ്യത്തിനും ഉണ്ടാവും. എന്താവശ്യത്തിനുണ്ടാവുക? പെറ്റ്സ് പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഷിഫിനെ കണ്ടാൽ മതി. മൂപ്പരെല്ലാം നടന്ന് കാട്ടിത്തരും അല്ലേ? കാട്ടി കൊടുക്കില്ലേ? അപ്പോൾ മറ്റേ സ്കൂൾ തുറക്കണ വരെ ഉണ്ടാവുക. കഴിഞ്ഞാൽ ശനി ഞായറും ഉണ്ടാവും. ഓക്കെ ബൈ. അപ്പോൾ ഇത് ഞാൻ വീണ്ടും അപ്രൂവ് ചെയ്യുന്നു. കം ഫോർ ദിസ്. റിയലി വർത്ത് ബ്രോ. കാരണം ഇതൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നെക്സ്റ്റ് ലെവലായിരിക്കും. നമുക്ക് ഇനി അടുത്തത് സിപ്പ് ലൈൻ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഐസ്ക്രീമിൻ്റെ പാർലറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യൂ കിട്ടും. മേലെ കാണുന്നതാണ് വാഗമരം. ഈ മരം കൊണ്ടാണ് അത്രേ കട്ടിലുകൾ ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഒരു പാട്ടുകൂടിയുണ്ടല്ലോ, വാഗമരത്തിൻ കൊമ്പിലിരുന്ന എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മൾ നെക്സ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പോണത്. ആൻഡ്
ഞാൻ ഇതുവരെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ടില്ല. യെസ്, അഷേർഡ് കയറിയിട്ടില്ല. സിപ്പ് ലൈൻ കയറിയിട്ടുണ്ടെങ്കിലും ഐ റിമെമ്പർ ദാറ്റ് ട്രിപ്പ് വി ഹാഡ് ഫ്രം TTI. ഞങ്ങൾ പോയിട്ട് സിപ്പ് ലൈൻ അത്യാവശ്യം ഉറുമ്പിക്കരയോ അങ്ങനെ എന്തോ സ്ഥലം ഉണ്ടായിരുന്നു. ഇവിടെ സാറ്റർഡേ സൺഡേ ആണ് അത്ര തിരക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അല്ലാത്ത ദിവസങ്ങളിൽ വലിയ കുഴപ്പമില്ല. സിപ്പ് ലൈൻ അല്ല, സോറി, ഗ്ലാസ് ബ്രിഡ്ജ്. ഇല്ല, അമ്മായിക്ക് വേഗം വീട്ടിൽ പോകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യ. നന്നായിട്ട് പൊള്ളുണ്ട് കാല്. അധികം കയറാൻ പറ്റുന്നു. രാത്രി ലൈറ്റ് ഇട്ടിട്ടുണ്ട് രണ്ട് സൈഡിലും, പക്ഷെ അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടാവും. എൻ്റെ അപ്പുറത്ത് കണ്ടോ വേറെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, അവിടെ 200 രൂപയുണ്ടോ നമ്മൾ നേരത്തെ കണ്ട സ്പോട്ട് കിട്ടാൻ. ഹരായി തോന്നുന്നു, അമ്മ എടുക്കാൻ പറയുന്നുണ്ട്. അവിടേക്ക് നിൽക്കും, ഇവിടേക്കൊക്കെ അമ്മ മുതലാക്ക. എല്ലാ പോയിന്റിലും അമ്മായി നിന്നുണ്ട്. ചെറിയ കുട്ടികൾ അനുകരിക്കരുതെന്നാണ് പറയണത്. കാരണം എത്ര വടി പൊക്കത്തിൽ നിന്നിട്ടാണ് ആദ്യം ഇത് ചെയ്യണത്. അതോ ജോയിന്റ് വീല്, അതായത് ജോയിന്റുകൾ ഉണ്ട് ഇതില്, അതുകൊണ്ടാണ് 200 റുപ്യ ചിലവാക്കല, 600 റുപ്യ ചിലവാക്കിയിട്ട് ഈ കളിക്ക് നിൽക്കുന്നത്. അപ്പം അത് നമ്മൾ നോട്ട് ചെയ്യണം. ഇറ്റ്സ് റിയലി വർത്ത്. നിങ്ങളും പോകണം അല്ലേ? ചെന്ന അങ്ങനെ സിപ്പ് ലൈനിലൊന്നും പോവാത്ത ആളാണ്, അതുകൊണ്ടാണ് പോണത്. സോ ഡു ട്രൈ ഇറ്റ് ഔട്ട്. അന്ന് TTIന്റെ കാലഘട്ടത്തിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നു. യെസ്, ആദ്യം പോവാട്ടോ. 100 കഴിഞ്ഞ് പിന്നെ പറ്റില്ല. അതോ വെയിറ്റ് കൂടിയായിരുന്നെങ്കിൽ പറ്റുമായിരുന്നു. അകത്താന് ഹെൽമെറ്റ് ഇട്ട് കൊടുത്തു. ആദ്യം പട്ടാളക്കാരനായി. പിടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. പോയി ടാറ്റ പറയാതി. പോവാൻ പോവാണ്. ഒരു മിനിറ്റ്. ഓക്കെ, യെസ്. നമ്മൾ വയനാട്ടിൽ നിന്ന് ചെയ്ത സമയത്ത് ജസ്റ്റ് 1 കിലോമീറ്റർ ജേണി ഉണ്ടെങ്കിൽ കൂടെ അത് 1 സൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ബോത്ത് സൈഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സിപ്പ് ലൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടുന്ന് നമ്മൾ തിരിച്ച് ഇനി അപ്പുറത്തേക്ക് തന്നെ പോവുകയാണ് ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആവുന്നത്. ഒരാൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ്ട് നമ്മുടെ ബ്രോ. അപ്പോൾ സിപ്പ് ലൈനിൽ ഇവിടെ ഇതിനെന്താ പറയുക ഈ പാർക്കിന്? ഇങ്ങോട്ട് മിനി ഊട്ടി, ഹിൽസ് ലാൻഡ്. ആ ഹിൽസ് ഇവിടെ 2-3 എണ്ണം ഉണ്ട് തോന്നുന്നു അല്ലേ? ഹിൽസ് ലാൻഡ്, പിന്നെ മോജിസ് വാട്ടർ പാർക്ക്, പെറ്റ്സ് പാർക്ക്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ കയറി വരുന്നോടത്തിൽ തന്നെയുള്ളതാണ് ഇത് ഹിൽസ് ലാൻഡ് അല്ലേ? അപ്പോൾ എൻ്റെ പേര് ബ്രോ സിലാൻ. അപ്പോൾ സിലാൻ ബ്രോനെ കണ്ടാൽ മതി. അപ്പോൾ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി. തിരിച്ച് അങ്ങോട്ട് വിട്ട സമയത്ത് മേലത്തെ ലൈനിൽ കൂടെ ആയിരുന്നു വിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നല്ല വിഷ്വൽസ് അവിടുന്ന് കിട്ടുന്നുണ്ടായി.
അവിടെ എത്താറാകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, പെട്ടെന്ന് സ്റ്റോപ്പ് വരാൻ ചാൻസ് ഉണ്ട്. രസമുണ്ടാവും. നമ്മൾ യാത്ര പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കി വേറെ സംഭവം വരുന്നുണ്ട്. അപ്പോൾ കീപ് വാച്ചിങ്.